ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബംഗ്ലാദേശിനെതിരായിട്ടുള്ള ആദ്യ T20യിൽ ഇന്ത്യ 7 വിക്കറ്റിന്റെ തകർപ്പൻ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ. ഗ്വാളിയോറിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിയ 128 റൺസ് എന്നുള്ള വിജയലക്ഷ്യം ടീം ഇന്ത്യ വെറും 11.5 ഓവറിൽ തന്നെ വെറും 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുന്ന കാഴ്ച. 16 പന്തുകളിൽ 39 റൺസ് നേടിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറിയത്. എന്തൊരു പ്രകടനമാണ് ഹാർദിക് നടത്തിയിട്ടുള്ളത്. ഹാർദിക്കിന്റെ ആ ഒരു കിടിലൻ ഇന്നിംഗ്സ് കൈയടിച്ചേ പറ്റൂ. ഓപ്പണറായി എത്തിയിട്ടുള്ള സഞ്ജു സാംസൺ 29 റൺസ് എടുത്തുകൊണ്ട് മികച്ച തുടക്കം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അദ്ദേഹം വെടിക്കെട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത്. 29 റൺസ് വിജയത്തോടുകൂടി ഏതായാലും 3 മത്സരങ്ങളുടെ പരമ്പരയിൽ ടീം ഇന്ത്യ 1-0 മുന്നിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏതായാലും ഹാർദിക് പാണ്ഡ്യയുടെ ആ ഒരു ഇന്നിംഗ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 2 സിക്സറുകളും 5 ഫോറുകളും പിറന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 12ാമത്തെ ഓവറിൽ ടസ്കിൻ അഹമ്മദിനെതിരെ നേടിയിട്ടുള്ള ഒരു ബൗണ്ടറിയുടെ വീഡിയോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭരിക്കുന്നത്. അതെ, എന്തൊരു ഷോട്ടായിരുന്നു അത്. ആ ഒരു ഷോട്ടിന്റെ മികവിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ആ ഒരു ഷോട്ട് അടിക്കുമ്പോഴുള്ള ഹാർദിക്കിന്റെ സ്വാഗായിരുന്നു. അതൊരു ഒന്നൊന്നര കാഴ്ച തന്നെയായിരുന്നു. യെസ്, ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ സ്വാഗും ആറ്റിറ്റ്യൂഡും എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു നോ ലുക്ക് അപ്പർ കട്ട് എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ഹാർദിക് പാണ്ഡ്യ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്നലെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നതും. ഏതായാലും സഞ്ജു സാംസൺ തുടങ്ങി വെച്ചിട്ടുള്ള ആ ഒരു ഇന്നിംഗ്സിന് സൂര്യകുമാർ യാദവ് ഒപ്പം ചേരുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും നടത്തിയിട്ടുള്ള ആ ഒരു പോരാട്ട വീര്യത്തിന്റെ മികവിലാണ് ഇന്ത്യയെ വിജയത്തിന് തൊട്ടരികിൽ ഇവരെത്തുന്നത്. പിന്നീട് ഹാർദിക് പാണ്ഡ്യ നടത്തിയിട്ടുള്ള ആ ഒരു വെടിക്കെട്ട് ഫിനിഷിംഗിന്റെ ബലത്തിലാണ് ടീം ഇന്ത്യ തകർപ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നതും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പരിഗണിക്കുക. അപ്പോൾ ബൈ.